മിസ് എക്സാം ഇങ്ങനെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് എ സെപ്പറേറ്റഡ് ഫണൽ എന്നാണ്. സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കാവുന്ന മിശ്രിതം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള അതേപോലെ തന്നെ ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാവണം, പരസ്പരം കലരാത്തവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മണ്ണെണ്ണയും വെള്ളവും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് നോക്കിക്കേ. മണ്ണെണ്ണയും വെള്ളം പരസ്പരം കലരാറുണ്ടോ? മിക്സ് ആവാറുണ്ടോ? മിക്സ് ആവാറില്ല അല്ലെ. അതേപോലെ മണ്ണെണ്ണയുടെയും വെള്ളത്തിന്റെയും സാന്ദ്രത ഡെൻസിറ്റി ഒരേപോലെയാണോ? അല്ല. വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്, മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണ്. സോ ഡെൻസിറ്റി കൂടിയ ആള് താഴെ ഇരിക്കും, ഡെൻസിറ്റി കൂടിയ മണ്ണെണ്ണ മുകളിലിരിക്കും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് ഇവര് രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ സീ വാട്ടർ ഉണ്ട്, മിക്സർ ഓഫ് ഷുഗർ ആൻഡ് സാൻഡ് ഉണ്ട്, മിക്സർ ഓഫ് വാട്ടർ ആൻഡ് ഓയിൽ ഉണ്ട്, ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ഉത്തരം? ഇതിൽ പരസ്പരം കലരാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പൊ നോക്കിക്കേ, ഷുഗർ ആൻഡ് സാൻഡിനെ ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഡെൻസിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മിക്സർ ഓഫ് വാട്ടർ ആൻഡ് ഓയിൽ, യെസ്, അത് നമുക്ക് പറയാം അല്ലെ. കാരണം നമുക്കറിയാം വെള്ളത്തിലേക്ക് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതുപോലെ തന്നെ അവർ പരസ്പരം ഇമ്മിസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ വാട്ടർ ആൻഡ് ഓയിൽ, വെള്ളവും വെളിച്ചെണ്ണയും കലർന്ന മിശ്രിതത്തെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇനി വേറൊരു എക്സാമ്പിൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കാവുന്നതിന് മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.